ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ച് മലപ്പുറം തന്നെ വന്നു കേട്ടോ. ഇവിടെ കുറേ എന്താ പറയാ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു കൊടുത്ത ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ തൽക്കാലം നമ്മുടെ വണ്ടി ഇട്ടിട്ട് ഇവിടുത്തെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. ആള് കൂടുതലുണ്ടായതുകൊണ്ട് പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് രജിതയുടെ സിസ്റ്ററിലോടെ ഹസ്ബൻഡ് ആണ് കേട്ടോ. എന്റെ ബ്രോ ആയിട്ട് വരും. അങ്ങനെ നമ്മളെല്ലാവരും പോവാണ്. ഇനി നമ്മള് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിന്റെ ഒരു പ്ലാനിങ് ആണ് ഗൈസ് നടക്കുന്നത് മുഴുവൻ. അമ്പനാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു അതീശേട്ടൻ നമുക്ക് പോവാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എന്റെ വീട്ടിൽ, അതായത് ചാത്തന്നൂര് പോയിട്ട് വന്നപ്പോ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മണി സമയത്താണ് നമ്മൾ തിരിച്ചു വന്നത്. സോ എന്തായാലും ഇനി നമുക്ക് ഈ അമ്പനാട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. കാണാനാണെങ്കിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് ഗൈസ് ഇവിടെ. പക്ഷെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു 5 മണി ആവുമ്പോ തന്നെ ഇവിടൊക്കെ ക്ലോസ് ചെയ്യും. അല്ലാതെ നമ്മളായിട്ട് തന്നെ പോകാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടികളെയൊക്കെ കൊണ്ട് ഒരു 5 മണിക്ക് ശേഷം ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെ പോകാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എന്തായാലും ലാസ്റ്റ് തെന്മലയിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ തെന്മലയിലേക്ക് പോകുന്ന വഴി ഒരു എണ്ണപ്പനയുടെ ഫാം ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് പോകാമെന്ന് അജിശേട്ടൻ പറഞ്ഞു. സോ നമ്മൾ അവിടേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ വെച്ചിപ്പോ എന്റെ ഫോണിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഫീൽ ആവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ 2 സൈഡും, ഈ റോഡിന്റെ 2 സൈഡും എണ്ണപ്പന മാത്രമാണുള്ളത്. നമ്മുടെ കാഴ്ചയുടെ അങ്ങേ അറ്റം വരെ ഈ എണ്ണപ്പന മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ഇതൊരു വലിയ കാഴ്ചയൊന്നും ആയിരിക്കില്ല. പക്ഷെ പുറമേന്ന് വന്നിത് കാണുന്നവർക്കൊക്കെ ഇതൊരു നല്ലൊരു കാഴ്ചയാണ്. അങ്ങനെ ഫാമിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് തെന്മലയിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട മറ്റൊരു സ്പോട്ടാണ് കേട്ടോ. ഇതൊരു ചെറിയ മലയാണ് സംഭവം. താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മേലോട്ട് കയറി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഞാനും മോളും അരീഷേട്ടനും രജിതയും കൂടെ വെറുതെ ഒന്ന് മുകളിൽ വരെ കയറി നോക്കിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടിയത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു. അത് നല്ലൊരു കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിത് തെന്മലയിലേക്കുള്ള യാത്ര പിന്നെയും സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഗേസ്. തെന്മലയിൽ ക്ലോസ് ചെയ്ത് കാണുമെന്ന് പറഞ്ഞ് ചെന്ന് കയറിയതേ ഉള്ളൂ. തെന്മലയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചിരുന്നപ്പോഴാണ് അജിശേട്ടൻ പറഞ്ഞത് തൊട്ടടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ നമ്മളിതാ നേരെ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഇവിടം വരെ വന്നിട്ട് വെറുതെ ആയല്ലോ എന്നുള്ള സങ്കടം എന്താ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ മാറി കിട്ടി. ഡാമിന്റെ അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. കല്ലട റിവറും ഡാമും പിന്നെ ചുറ്റുമുള്ള കുറച്ച് ഫോറസ്റ്റ് ഏരിയയും എല്ലാം കൂടെ അടങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഇത് ശരിക്കും കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ കീഴിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. 2 നിലയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇത്. താഴെയും മുകളിലുമായിട്ട് അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയൊരു ചായ കുടിക്കാന്ന് വെച്ചു. അങ്ങനെ നമ്മളൊരു ചായക്കടയിൽ നിർത്തിയിട്ടുണ്ട്. ഇത് അമ്മയമ്പലം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അല്ലെങ്കിലും ഈ റൂട്ടിലുള്ള ചായക്കടയിൽ ഇരുന്ന് ഒരു ചായ കുടിക്കുന്നത് ഒരു പ്രത്യേക വൈബാണ്. അത്യാവശ്യം ചായക്ക് വേണ്ടുന്ന എല്ലാ കടികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു കട്ടൻ ചായയാണ് കുടിച്ചത്. അല്ലെങ്കിലും യാത്രകൾക്കിടയിൽ കട്ടൻ ചായയോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ എന്റെ ഈ കൊച്ചു ട്രാവൽ വ്ലോഗ് ഞാൻ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ പുതിയൊരു വ്ലോഗുമായിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.